സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. പുതുവർഷത്തിൽ 2026 പുതുവർഷത്തിൽ എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തേതാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ 2026 ആയപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞതാണ് ഇങ്ങനെ 2021 ജൂൺ 17 ഇത് ആരംഭിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് 2021 ജൂൺ 17 അപ്പോൾ 230 ആഴ്ച ആയി. ചെറിയ കാര്യമല്ല, 230 ആഴ്ച. അപ്പോൾ 230 ആഴ്ച ഇത് പറയാനും ഭഗവാന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. അത് വലിയൊരു അനുഗ്രഹമാണ്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞ പോലെ ഭഗവാൻ ഇത് അനുവദിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതൊക്കെ സാധിക്കുകയുള്ളൂ. ഭഗവാന്റെ ഒരു അനുവാദം ഇതിന് അത്യാവശ്യമാണ്. ഇപ്പോൾ വചനാമൃതം നമ്മൾ വോള്യം 1 ഭാഗം 13 ഇപ്പോൾ അധ്യായം 10 ഭാഗം 13 അധ്യായം 10, 11, 12 ഇത്തവണ നമുക്ക് നോക്കാം. ഈ 10, 11, 12 അധ്യായത്തിൻ്റെ പ്രധാനമായും അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് പണം, സിദ്ധി, ഈ 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ് പ്രധാനമായിട്ടും പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ വിശ്വാസം, പണം, സിദ്ധി, വിശ്വാസം, വിജ്ഞാനം, ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഈ അധ്യായങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. അതായത് പണം എന്ന് പറയുമ്പോൾ ഉണ്ണാൻ, ഉടുക്കാൻ, അതുപോലെ കിടപ്പാടം, അതേപോലെ തന്നെ സമ്പാദിക്കാൻ, രോഗ ശുശ്രൂഷയ്ക്ക്, പിന്നെ പാവങ്ങളെ സഹായിക്കാൻ, ഇതിനൊക്കെ പണം ഉപകരിക്കും. ഇത് പണത്തിൻ്റെ സദ് ഉപയോഗം എന്നാണ് ഭഗവാൻ പറയുന്നത്. പണത്തിൻ്റെ സദ് ഉപയോഗങ്ങളാണ് ഇതൊക്കെ. നല്ല ഉപയോഗം: ഉണ്ണുക, ഉടുക്കുക, കിടപ്പാടം നിർമ്മിക്കുക, പിന്നെ രോഗ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുക, മറ്റുള്ള നിർധനരായവരെ അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന പാവപ്പെട്ടവരെ സഹായിക്കുക, ഇതൊക്കെയാണ് സത്പ്രവൃത്തി, പണം കൊണ്ടുള്ള സത്പ്രവൃത്തി. ഇതേ പണം ഉപയോഗിച്ച് ദുഷ്പ്രവൃത്തികളുമുണ്ട്, ദുഷ്ചെയ്തികളുമുണ്ടെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അത് ഭോഗം, ദേഹസുഖം, ലോകമാന്യത, ഇവയ്ക്കുള്ള ഉപയോഗത്തിന് പണം ഉപയോഗിക്കുന്നതാണ് ദുഷ്ചെയ്തികളുടെ കൂട്ടത്തിൽ വരുന്നത്. ഭോഗത്തിന് വേണ്ടി പണം വിനിയോഗിക്കുക, ദേഹസുഖത്തിന് വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുക, പിന്നെ ലോകത്ത് മാന്യത നിലനിർത്താൻ അല്ലെങ്കിൽ മാന്യത ചമയാൻ അല്ലെങ്കിൽ മാന്യനാണെന്ന് വരുത്തി തീർക്കാൻ പണം ഉപയോഗിക്കുക. ഇതെല്ലാം ദുഷ്ചെയ്തികളുടെ കൂട്ടത്തിൽ വരും. പിന്നുള്ളത് പണം നേടാൻ വേണ്ടി പണം ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് പിന്നെ വ്യവഹാരം ജയിക്കാൻ വേണ്ടിയിട്ട് പണം ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് വിവിധതരം കേസുകൾ, പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് ഇടപെട്ട് അത്തരം കാര്യങ്ങൾക്ക് ഈ പണം വിനിയോഗിക്കുന്നവരുണ്ട്. പണം നേടാൻ വേണ്ടി പണം ഉപയോഗിക്കുന്നവരും വ്യവഹാരങ്ങളിൽ പണം ഉപയോഗിക്കുന്നവരെയും ഭഗവാൻ പറയുന്നത് നീച ബുദ്ധികൾ എന്നാണ്. നീച ബുദ്ധികൾ. ഇതാണ് പണത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്ന, ഭഗവാൻ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. അടുത്തത് ഭഗവാൻ ചർച്ച ചെയ്യുന്നത് സിദ്ധിയെക്കുറിച്ചിട്ടാണ്.
അതിനകത്ത് ഇവിടെ സിദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട്. ആളുകൾ സിദ്ധിക്ക് വേണ്ടി തന്ത്രശാസ്ത്രമനുസരിച്ച് സാധന അനുഷ്ഠിക്കുന്നു, സിദ്ധിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറയുന്ന ഒരു കാര്യം ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, അനിയ, അഷ്ടസിദ്ധികളിൽ ഒന്ന് കിട്ടിയാൽ നിന്റെ ശക്തി അല്പം കൂട്ടാൻ കഴിയും. സിദ്ധികൾ എന്ന് പറയുന്നത് അഷ്ടസിദ്ധികൾ. അപ്പോൾ ഈ അഷ്ടസിദ്ധികൾ 8 വിധത്തിലാണ് സിദ്ധികളെ വിഭജിച്ചിരിക്കുന്നത്. അതാണ് അഷ്ടസിദ്ധികൾ. ഈ അഷ്ടസിദ്ധികളിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് ലഭിച്ചാൽ നിന്റെ സിദ്ധി നിന്റെ ഈ ശക്തി, നിന്റെ ശക്തി അല്പം കൂട്ടാൻ കഴിയും. വളരെ ചെറിയൊരു വർധന വരുത്താൻ കഴിയും. അതായത് അതിലപ്പുറം ഒന്നും ഈ സിദ്ധിക്ക് പ്രയോജനമില്ല. പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഈ അഷ്ടസിദ്ധികളിൽ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരല്പം ശക്തി ലഭിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അഹങ്കാരം വർദ്ധിക്കുമെന്നുള്ളതാണ്. ഈ സിദ്ധിയുടെ ഒരു ബൈ പ്രോഡക്റ്റാണ് അഹങ്കാരം. സിദ്ധിയുടെ ബൈ പ്രോഡക്റ്റായിട്ടാണ് അഹങ്കാരത്തെ കാണേണ്ടത് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. അതും ഒരു നീച ബുദ്ധിയാണ്. അപ്പം ഈ സിദ്ധികളെ നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കണ്ട. ഭഗവാന്റെ കാഴ്ചപ്പാടിൽ സിദ്ധികളൊന്നും പോസിറ്റീവായിട്ട് കാണണ്ട എന്നാണ്. ഈ സിദ്ധികളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ 8 തരം സിദ്ധികളെക്കുറിച്ചാണ് അഷ്ടസിദ്ധി എന്ന് പറയുമ്പോൾ. അതിനകത്ത് അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാതാത്മ്യം, ഈശിത്വം, വാശിത്വം, ഇങ്ങനെയാണ് 8 തരം സിദ്ധികളെക്കുറിച്ച് പറയുന്നത്. അണിമ എന്ന് പറയുന്ന സിദ്ധി അത് ശരീരത്തെ സംരക്ഷിക്കാനുള്ള സിദ്ധിയായിട്ടാണ് കാണുന്നത്. അണിമ, ശരീരം സൂക്ഷിക്കുക. അപ്പം അത്തരം താല്പര്യങ്ങളിലാണ് ആ സിദ്ധിയുടെ പ്രയോജനം ഇരിക്കുന്നത്. അടുത്തത് മഹിമയാണ്. മഹിമ എന്ന് പറയുമ്പോൾ തൻ്റെ ആ വലിപ്പം, തന്നെക്കുറിച്ചുള്ള ആ വലിപ്പം കൂട്ടുക, തൻ്റെ സ്ഥാനമാനങ്ങളും ഒക്കെ കൂട്ടാനുള്ള, അതാണ് മഹിമയായിട്ട് വരുന്നത്. പിന്നെ ലഘിമ എന്ന് പറയുന്നത് നമ്മൾ ശരീരഭാരം കുറയ്ക്കുക, അതായത് ഭാരക്കുറവ്. ശരീരഭാരത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ഭാരം എന്ന് പറയുന്ന ഘടന മുഴുവനും, അത് ശരീരഭാരം മാത്രമല്ല, എല്ലാ തരത്തിലുള്ള, ഇപ്പം ചുമതലാഭാരം, അങ്ങനെ വരുന്ന ഒരുപാട് ഭാരങ്ങളുണ്ട്. ഇതിനെല്ലാം കുറവ് വരുത്താനുള്ള ശ്രമത്തിനാണ് ലഘിമ എന്ന് പറയുന്നത്. അതേപോലെ ഗരിമ, നമ്മൾ സാധാരണ പലരെക്കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഗരിമ. അപ്പോൾ അതായത് ഗരിമ എന്ന് പറയുന്നത് ഗാംഭീര്യം എന്നുള്ള അർത്ഥത്തിലാണ്. ഗാംഭീര്യം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സ്വയം ആത്മപ്രശംസ നടത്തുക, ഇത്തരം കാര്യങ്ങളിലാണ് ഗരിമ എന്നുള്ളതിരിക്കുന്നത്, സിദ്ധി. പിന്നെ പ്രാപ്തി, സ്വാഭാവികമായിട്ട് നമ്മൾ കേപ്പബിലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ പ്രാപ്തി, കഴിവ്. പിന്നെ പ്രാതാപ്യം എന്ന് പറഞ്ഞാൽ തന്നിഷ്ടത്തോടു കൂടിയുള്ള പ്രവർത്തനം, എല്ലാം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന തരത്തിലുള്ളതാണ് പ്രാതാപ്യം. ഈശിത്വം, അതായത് അധികാരം ഉപയോഗിക്കൽ, അധീശൻ എന്ന് നമ്മൾ പറഞ്ഞു, അധീശത്വം എന്ന് പറയുന്നതാണ് ഈശിത്വം, അധികാരം ഉപയോഗിക്കൽ. അത് ഈ രാഷ്ട്രീയ മേഖലയിലും ഒക്കെ അതാണ് കൂടുതൽ, ഈശിത്വമാണ് അവർക്ക് കൂടുതൽ. പിന്നൊന്ന് വാശിത്വം, അതും ഒരു സിദ്ധിയാണ്. വാശിത്വം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അത് അനുസരണ എന്നുള്ളതാണ്, കീഴ്പ്പെടൽ, മറ്റെന്തിനെങ്കിലും കീഴ്പ്പെട്ട് നമ്മൾ ജീവിക്കുക, അതാണ് വാശിത്വം എന്ന സിദ്ധി. അതൊരു സിദ്ധിയാണ്. കാര്യം ഓരോരുത്തരെ ശിങ്കിടി അടിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഓരോരുത്തരുടെ കൂടെ നിന്ന് വാലായി നടക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതായത് സ്വന്തം ആവശ്യങ്ങൾക്കും ഗുണങ്ങൾക്കും വേണ്ടി ആരുടെയെങ്കിലുമൊക്കെ സേവ പിടിക്കുക, ഇതാണ് വാശിത്വത്തിൽ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള 8 സിദ്ധികൾ, ഈ 8 സിദ്ധികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ഈ 8 സിദ്ധികൾ കൊണ്ട് നമ്മുടെ ശക്തി, ഇതിലേതുപയോഗിച്ചാലും നമ്മുടെ ശക്തി അല്പം കൂട്ടാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്.
പക്ഷേ അതുകൊണ്ട് ഈ ശക്തി കൂട്ടാം എന്നുള്ളതല്ലാതെ ഇതോടൊപ്പം വളർന്ന നമ്മൾ അഹങ്കാരിയായി മാറുകയും കൂടെ ചെയ്യും. അപ്പോൾ ഇതാണ് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞു കൊടുത്തത്. ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളോടും ഒക്കെ പറഞ്ഞു തരുന്ന ഒരു ഉപദേശം. ഈ സിദ്ധിയെക്കുറിച്ച് ഇവിടെ പറയുന്നതിൻ്റെ ഒരു ഉപദേശം അതാണ്. അപ്പം സിദ്ധി കൊണ്ട്, അപ്പം ഈ സിദ്ധികൾ ഉണ്ടെങ്കിൽ ദീർഘായുസ്സിന് സഹായിക്കൂ സിദ്ധി. അതായത് ശരീരം നിലനിർത്താൻ എന്നാണ് പറയുന്നത്. ദീർഘായുസ് കൂട്ടാൻ ഹഠയോഗം കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളൊരു ഭാഗം ഭഗവാൻ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സിദ്ധി കൊണ്ട് നമ്മുടെ ആയുസ് കൂട്ടാൻ പറ്റുമോ? സിദ്ധികളെക്കുറിച്ച് നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇപ്പോൾ ചുറ്റുപാടും അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം, ഇത്തരം സിദ്ധികൾ, പലതരം സിദ്ധികളെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങളുടെ ആയുസ് കൂട്ടാനും ദീർഘായുസ് ഉണ്ടാകാനും ഒക്കെ ഇത് സഹായിക്കും എന്ന് പറയുന്ന തരത്തിൽ ഈ സിദ്ധികളെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശരീരം നിലനിർത്തൽ എന്നാണ് അതിനർത്ഥം. ഈ സിദ്ധി കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ശരീരം നിലനിർത്തലാണ്. ഇപ്പം 8 വിധത്തിൽ നമ്മൾ കണക്ക് കൂട്ടിയാലും, ഈ 8 സിദ്ധികൾ എടുത്താലും, ഈ 8 സിദ്ധികളുടെ പ്രയോജനം എന്ന് പറയുന്നത് ശരീരത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ ശരീരം നിലനിർത്തുക എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള സിദ്ധികൾ കൊണ്ട് എന്താണ് ഒരു പ്രയോജനം? അപ്പം സിദ്ധി കൊണ്ട് അനിത്യമായവയെ പ്രാപിക്കാനേ കഴിയൂ എന്ന് ഭഗവാൻ പറഞ്ഞു. ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറയുകയാണ്. സിദ്ധി കൊണ്ട് നമുക്ക് ഈ അഷ്ടസിദ്ധികളിൽ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും ആ അഷ്ടസിദ്ധികളിൽ ഓരോന്നുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്നതെല്ലാം തന്നെ അനിത്യമായ ഒന്നിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഇപ്പം ഈ അഷ്ടസിദ്ധി എടുക്കുകയാണെങ്കിൽ ശരീരം സൂക്ഷ്മമായിരിക്കുക, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു സംരക്ഷണം, അത് അനിത്യമാണെന്ന് നമുക്കറിയാം. പിന്നെ ഒരാൾ വലിപ്പം പ്രകടിപ്പിക്കാനാണെങ്കിലോ അതും അനിത്യമാണ്. അതേപോലെ ഗംഭീരത എന്ന് പറയുന്നത് അതും അനിത്യമാണ്. കഴിവ് ഒരനിത്യമായ കാര്യം, എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ തന്നിഷ്ടത്തോടെ പ്രവർത്തനം, തന്നിഷ്ടത്തോടെ എത്ര കാലം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും, അതും അനിത്യം. അധികാരം, അധീശത്വം, അതെത്ര കാലം ഒരാൾക്ക് നിലനിർത്താൻ പറ്റും? ആ അധികാരം കഴിയുമ്പോഴേക്കും അയാൾ കരിമ്പിൻ ചണ്ടി പോലെ ആയിപ്പോവും. അയാൾ ഒരു പ്രയോജനവുമില്ലാത്ത ആളായിട്ട് മാറും. അതുപോലെ ഒരാളെ കൂടെ നടന്ന് അനുസരണ എന്നുള്ള അർത്ഥത്തിലല്ല, വാല് പോലെ നടന്ന് എത്ര കാലം ഒരാളെ പറ്റിക്കാൻ പറ്റും? ഇതെല്ലാം അനിത്യമായതാണ്. ഈ സിദ്ധിക്ക് പൊതുവെ അനിത്യമായതിനെ പ്രോത്സാഹിപ്പിക്കാനേ കഴിയുള്ളൂ. സിദ്ധി കൊണ്ട് ഒരിക്കലും ശാശ്വതമായ ഒന്ന് നമുക്ക് നേടാൻ കഴിയില്ല എന്ന് ശ്രീരാമകൃഷ്ണദേവൻ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് മാസ്റ്ററോടായിട്ടുള്ള ചർച്ചയാണിത്. മാസ്റ്ററോട് പറയുകയാണ്, സിദ്ധി കൊണ്ട് അനിത്യമായത് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ. ഈശ്വരൻ്റെ നേരെയല്ല ലക്ഷ്യം. അതാണ് കാര്യം. സിദ്ധിയുടെ ഒരു പ്രത്യേകത, അത് ഈശ്വരൻ്റെ നേരെയല്ല അതിൻ്റെ ലക്ഷ്യം. ഇപ്പം നമ്മുടെ നാട്ടിൽ സിദ്ധി കാണിക്കുന്നവർ എന്താണ് ലക്ഷ്യമാക്കുന്നതെന്ന് നമ്മളൊന്ന് വെറുതെ ഒന്ന് വിശകലനം ചെയ്താൽ മാത്രം മതി. ഇപ്പം ചില വലിയ യോഗ ആചാര്യനായിട്ടൊക്കെ ഇരുന്ന് യോഗയൊക്കെ കാണിക്കും. യോഗയെക്കുറിച്ച് വലിയ യോഗയെക്കുറിച്ചുള്ള പ്രചാരങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ കാണിച്ച് വലിയ പേരെടുക്കും. എന്നിട്ട് ആ സിദ്ധി ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സിദ്ധി പിന്നീട് ഉപയോഗിക്കപ്പെടുന്നത് ബിസിനസ് ആവശ്യങ്ങൾക്കാണ്. ഇപ്പം ബിസിനസ് ബ്രാൻഡുകൾ നിർമ്മിക്കുകയാണ്. അതൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അതെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഈ സിദ്ധിയെ ഉപയോഗിക്കുന്നത്, ഈ സിദ്ധി സ്വയം ഉണ്ടെന്ന് സിദ്ധി ഉപയോഗിച്ച് പൊതുസമൂഹത്തിൽ വളരെയധികം പേരും പെരുമയും നേടുന്ന പലരുടെയും അവസാനം ചെന്നെത്തുന്നത് ഒരു ബിസിനസ് മൈൻഡോട് കൂടിയുള്ള, അല്ലെങ്കിൽ ഒരു കച്ചവട താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിലാണ്. അത് നമ്മൾ ഈ സമൂഹത്തിലൊന്ന് നോക്കിയാൽ അറിയും. ഇതാണ് ഭഗവാൻ അന്ന് പറഞ്ഞത്. ഈ അഷ്ടസിദ്ധികൾ കൊണ്ടുള്ള അപകടം ഇതാണ്. ഇതൊരു കച്ചവട താല്പര്യത്തിലേക്ക് മാറുക അല്ലാതെ ഈശ്വരനെ ലക്ഷ്യമാക്കി ഒരു സിദ്ധിയും ഈശ്വരനെ ലക്ഷ്യമാക്കുന്നില്ല. സിദ്ധി ആസിറ്റീസ്. എന്നാൽ അതിനെ ഈശ്വരോന്മുഖമാക്കുന്നതിന് സഹായകമാകുന്ന തരത്തിൽ ഉപയോഗിക്കാം. പക്ഷെ 99% സാധ്യമല്ലാത്തതാണ്. അതാണ്
ഈ സിദ്ധിക്കുള്ളൊരു കുഴപ്പം എന്ന് ഭഗവാൻ ഇവിടെ ഈ ഭാഗത്തത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം ഈ സിദ്ധിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞപ്പം, ഈ സിദ്ധി എന്ന് പറയുന്നത് സമൂഹം എങ്ങനെയാണ് ഈ സിദ്ധിയെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത് ഒരു സമൂഹം. ഇപ്പോൾ ഒരാൾക്കൊരു സിദ്ധിയുണ്ട് എന്ന് നമ്മൾ ധരിക്കുന്നത് ഒരുപക്ഷെ അതൊരു സ്യൂഡോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാജമായ അവസ്ഥയായിരിക്കും. ഇതാണ് പല സിദ്ധികളുടെയും പ്രശ്നം എന്ന് പറയുന്നത്, വ്യാജമായ അവസ്ഥയിലേക്ക് ഒരാൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പം അതിന് ഭഗവാൻ ഇവിടെ ഒരു ചെറിയ ഉദാഹരണ കഥ പറഞ്ഞു. ഒരിടത്ത് ഒരു സ്വർണ്ണപ്പണിക്കാരനുണ്ടായിരുന്നു, സ്വർണ്ണപ്പണി ചെയ്യുന്ന ഒരാൾ. അപ്പോൾ അയാൾ ഈ നാട്ടിൽ അന്ന് ഇപ്പം ഈ ഭഗവാൻ ഈ പറയുമ്പോൾ സ്വർണ്ണപ്പണിക്കാരൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഇടപഴകുന്നതിൽ സാമ്പത്തികമായി ഉയർന്ന തലത്തിൽ ജനങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് സ്വർണ്ണപ്പണിക്കാരൻ. അയാൾക്ക് സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥയിൽ ഇപ്പം ഇന്നും ജുവല്ലറി എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറിയാൽ മതി. ഇപ്പം ജുവല്ലറി എന്നൊക്കെ പറയുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ ബിസിനസ്സാണ് ജുവല്ലറി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഇത് സ്വർണം പണിയുന്ന സ്വർണ്ണപ്പണിക്കാർ അവരാണ് സമൂഹത്തിന് വേണ്ടി ഈ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ലോഹം കൈകാര്യം ചെയ്യുകയും നമ്മുടെ ആഭരണ ഭ്രമത്തെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ സ്വർണ്ണപ്പണിക്കാരാണ്. ഇപ്പോൾ ഒരു വിവാഹം വന്നാലും ഏതൊരവസ്ഥ നമ്മൾ സ്വർണ്ണപ്പണിക്കാരനെ ചെന്ന് കണ്ട് അയാൾക്ക് സ്വർണം ഏൽപ്പിച്ച് അയാളെ കൊണ്ട് പണിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അയാൾക്ക് ജനങ്ങൾക്ക് അയാളിലുള്ള വിശ്വാസം വളരെ വലുതാണ്. അന്നത്തെ കാലത്ത് നമുക്ക് ഇപ്പോൾ സ്വർണ്ണമൊക്കെ നമ്മൾ ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ആഭരണം മേടിക്കാനാണ് പോകുന്നത്. ഇന്നത്തെ കാലത്ത് അത് നോക്കിയാൽ നമ്മൾ അത്ര വിശ്വാസ്യതയോടെയാണ് ഒരു സ്വർണ്ണപ്പണിക്കാരനെ സ്വർണം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണപ്പണിക്കാരൻ്റെ ഉദാഹരണം എടുത്തത്. അത്രയും വിശ്വാസയോഗ്യനായ ഒരാളെന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു പ്രൊഫഷനിൽപ്പെട്ട ഒരാളെക്കുറിച്ച് ഭഗവാൻ ഈ കഥ പറയാൻ കാരണം. അപ്പോൾ ഒരു ദിവസം അയാളുടെ നാക്ക് തിരിഞ്ഞിട്ട് ഈ അണ്ണാക്കിൽ ഇങ്ങനെ ഉടക്കിപ്പോയി. അണ്ണാക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നു നാക്ക്. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റി? അയാൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അയാൾ ഒരുമാതിരി സമാധി അവസ്ഥയിൽ ഇരിക്കുന്ന പോലെ തോന്നുന്നു. അനങ്ങാനും വയ്യ, നീങ്ങാനും വയ്യാത്ത അവസ്ഥയിലായി അയാൾ. അത് അയാൾക്കൊരു നാക്ക് അബദ്ധം പറ്റിയതാണ്. അങ്ങനെ ഈ അവസ്ഥയിൽ അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആളുകൾ എന്താണ് ഇയാളെ ധരിച്ചു വച്ചിരിക്കുന്നത്? ഈ വ്യക്തിയെ സംബന്ധിച്ച്, ഈ സ്വർണ്ണപ്പണിക്കാരനെ വിചാരിച്ച സമൂഹത്തിൽ എല്ലാവർക്കും വളരെ വിലപിടിപ്പുള്ള ആളാണ് ഇയാൾ. വളരെ വിശ്വസ്തനായ ഒരാളാണ്, എല്ലാവരുമായിട്ടും വളരെ ബന്ധമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ എന്താണ് അയാളുടെ നാക്ക് അണ്ണാക്കിലൊട്ടിപ്പോയി. അതൊന്നും ജനങ്ങൾക്കിതൊന്നും അറിയില്ല. അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് ജനങ്ങൾക്കറിയില്ല. അയാൾക്ക് മാത്രമേ അറിയാവൂ അയാളുടെ നാക്ക് ഇങ്ങനെ ഉടക്കിപ്പോയതാണെന്ന്. ജനം നോക്കുമ്പോൾ ഇയാളുടെ ഇയാൾ സംസാരിക്കുന്നില്ല. ഇയാൾ വളരെ സമാധിയാവസ്ഥയിൽ ഇരിക്കുന്ന പോലുള്ളൊരു ലക്ഷണമാണ് ജനത്തിന് ഇയാളെ കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പം ജനം വിചാരിച്ചു, ഇയാൾ വലിയൊരു സിദ്ധനായി മാറി എന്ന് വിചാരിച്ചിട്ട് അയാളെ പൂജ ചെയ്യാൻ തുടങ്ങി ആളുകൾ. അങ്ങനെ പൂജിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ നാക്ക് പെട്ടെന്നങ്ങ് ശരിയായി. നാക്ക് ശരിയായപ്പോൾ അയാൾ എന്തിലേക്ക് തിരിഞ്ഞു? അയാൾ ഈ പൂജാവിധിയിലേക്കും അല്ലെങ്കിൽ അയാളെ എങ്ങനെ പൂജിച്ചു എന്നുള്ള നിലയിലല്ല അയാൾ പിന്നെ തുടർന്നത്. അയാൾ പിന്നെയും ആ സ്വർണത്തിൻ്റെ പണിയിലേക്ക് അയാൾ പോയി. പണ്ട് എന്ത് പണിയാണോ അയാൾ ചെയ്തത് ആ പണിയിലേക്ക് അയാൾ അങ്ങ് തിരിഞ്ഞു. അപ്പം അതാണ്, അയാൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം സംഭവിച്ചത് ഇവിടെ ആർക്കാണ്? സമൂഹത്തിൽ ചുറ്റുപാടും ഉള്ളവർക്കാണ് തെറ്റിദ്ധാരണ ഉണ്ടായത്. അപ്പം ഇതാണ് ഭഗവാൻ പറയുന്നത്. ഇങ്ങനെ ഈ സിദ്ധൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് ഇത്തരം ആളുകളെയാണ്. അത് സമൂഹമാണ് സിദ്ധനെ സൃഷ്ടിക്കുന്നത് പലപ്പോഴും, അല്ലാതെ സിദ്ധനല്ല സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതാണ് ഇതിനകത്ത് ഭഗവാൻ പറഞ്ഞൊരു നല്ല ഉദാഹരണം. നമ്മളത് കണ്ടാൽ മനസ്സിലാവും. സമൂഹം അയാളെ വലിയ സിദ്ധിയുള്ള ആളായി മാറ്റി അയാളെ ആ തരത്തിൽ കാണുകയാണ് ചെയ്യുന്നത്. അയാൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. സമൂഹം പക്ഷെ സമ്മതിക്കില്ല ഇയാൾ വലിയ സിദ്ധനാണെന്ന്. ഒരു പ്രശസ്തിയിലേക്ക് അയാളെ ഉയർത്തിക്കൊണ്ടു പോകും. ഇത് സമൂഹത്തിൻ്റെ പരിപാടിയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ ഈ സ്വർണത്തിൻ്റെ പണി ചെയ്യുന്ന ആളുടെ കഥ പറഞ്ഞത്. അപ്പോൾ സിദ്ധിയുടെ ഒരു രീതിയാണ് അതിൽ പറഞ്ഞത്. അതേപോലെ തന്നെ ആ നിലവാരത്തിലുള്ള കുറേ ഉദാഹരണങ്ങൾ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. മറ്റൊന്ന്, പിന്നെ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞത്, പിന്നെ ശാലഗ്രാമത്തിലെ
ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു അണ്ണാച്ചി എന്ന് പറഞ്ഞ ശാലഗ്രാമത്തിലെ, അയാൾക്ക് 82 തരം ആസനങ്ങൾ അറിയാമായിരുന്നു. ഇതൊക്കെയാണ് നമുക്കൊക്കെ ഇപ്പോൾ പരിചയമുള്ള കഥാപാത്രങ്ങളാണ് ഇതെല്ലാം. അന്ന് ഒരു ശാലഗ്രാമത്തിലെ ഒരു അണ്ണാച്ചിയുടെ കഥയാണ് ഭഗവാൻ പറഞ്ഞത്. അയാൾക്ക് 82 തരം ആസനങ്ങൾ അറിയാം. നമ്മളിപ്പോഴും പൊതു സമൂഹത്തിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആസനങ്ങൾ കാണിക്കുന്ന സിദ്ധന്മാരെയൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഇന്നത്തെ കാലത്തും വളരെ പേരെടുത്തവരാണ് അവരൊക്കെ. ഇന്ന് വളരെ പ്രശസ്തി കൂടുതലുമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്നും ഉണ്ടായിരുന്നു 82 തരം ആസനങ്ങൾ അറിയാവുന്ന ഒരു അണ്ണാച്ചി. അയാൾ യോഗ സമാധിയെക്കുറിച്ച് എന്തൊക്കെ പറയുമായിരുന്നു. അപ്പം അയാൾ വലിയ പ്രഭാഷണം നടത്തി ഇതേ പറ്റി. പക്ഷേ ഉള്ളുക്കുള്ളിൽ, അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാമിനി കാഞ്ചനത്തോടുള്ള ആർത്തി മാത്രമായിരുന്നു. സമൂഹത്തിൽ അയാളുടെ സംഭാഷണവും അയാളുടെ പ്രകടനങ്ങളും ഒക്കെ ഭയങ്കര സിദ്ധിയുള്ള ആളെപ്പോലെയാണ്. കാര്യം ഇത്രയും 82 തരം ആസനങ്ങളൊക്കെ അറിയാവുന്ന ഗംഭീരനൊരാൾ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ കാമിനി കാഞ്ചനത്തിലായിരുന്നു അയാളുടെ ശ്രദ്ധ. ഈ ഉദാഹരണവും നമുക്കിന്നും പല തരത്തിൽ നമുക്ക് അനുഭവേദ്യമായ ഉദാഹരണം. നോക്ക്, ഇത് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ആ അനുഭവ തലത്തിന്, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്ന അനുഭവ തലത്തിന് ഒരു മാറ്റവും മനുഷ്യ സമൂഹത്തിനിടയിൽ സംഭവിച്ചിട്ടില്ല. അന്നത്തെ ഇതിപ്പോൾ 1882-83 കാലഘട്ടത്തിൽ പറയുന്ന കഥ 2026 നമ്മൾക്ക് ഇന്ന് ഇത് വളരെ പ്രചാരത്തിൽ അറിയാവുന്ന അനുഭവ കഥകളാണ് ഭഗവാൻ ആ കാലത്ത് നമ്മളോട് പറഞ്ഞതും. അതാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഉദാഹരണങ്ങൾ. ഇപ്പം കാലാതീതമാണ് വചനാമൃതം എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം പോലും വേണ്ട. കാര്യം ഇതിൽ പറയുന്ന കഥ മാത്രം നമ്മൾ നോക്കിയാൽ മതി. പറഞ്ഞ ഒരു കാര്യം, ഈശ്വരനിൽ ശരിയായ ഭക്തിയുള്ളവൻ ശരീരം, ധനം ഇവയൊന്നും വില വയ്ക്കുകയില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ ഈ സിദ്ധിയുടെ പേരിലായാലും ശരി, പണത്തിൻ്റെ പേരിലായിട്ടുള്ള ആ ആഭിമുഖ്യമുള്ളവരായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനിൽ ഭക്തിയുള്ളവരാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയല്ല. പക്ഷെ ഈശ്വര ഭക്തിയുള്ളവർ ഈ ശരീരത്തിൻ്റെയോ ധനത്തിൻ്റെയോ ഇവയൊന്നും വില വയ്ക്കുകയില്ല. അയാൾ ആലോചിക്കും, എന്ത് ദേഹസുഖത്തിന് വേണ്ടി, ലോകമാന്യതയ്ക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, ഇവയ്ക്ക് വേണ്ടി ജപവും തപവും ചെയ്യുകയോ? ഇവയെല്ലാം അനിത്യം, 2-4 നാളേക്ക് മാത്രം എന്ന് ഈശ്വരനിൽ ശരിയായ ഭക്തിയുള്ളവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവർ ഈ പണത്തിൻ്റെ പിന്നാലെയോ സിദ്ധിയുടെ പിന്നാലെയോ പോവുകയില്ല എന്നാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ഒരു കാര്യം എടുക്കുന്നത്. ഇപ്പോൾ പണവും സിദ്ധിയും പറഞ്ഞ് അടുത്തത് വിശ്വാസത്തിൻ്റെ ഒരു കാര്യം. എന്താണ് വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസത്തെക്കുറിച്ച് ഭഗവാൻ ഇവിടെ വിശകലനം ചെയ്യുന്നത്. നമ്മൾ അനുഷ്ഠാനങ്ങളെയാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായി നോക്കിയാൽ, സ്വയം ഒന്ന് പരിശോധിച്ചാൽ അറിയാം, നമ്മൾ ഈ വിശ്വാസം എന്ന് പറയുന്നത്, ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് കുറേ അനുഷ്ഠാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. കുറേ അനുഷ്ഠാനങ്ങളാണ്. നമ്മൾ തന്നെ നോക്കിയാൽ ഇപ്പം ഓരോരോ ഘട്ടങ്ങളിൽ, ഓരോരോ ദിവസങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ പ്രത്യേക സന്ദർഭങ്ങൾ ഈശ്വര പൂജ, ഈശ്വരാരാധന, ക്ഷേത്ര ആരാധന, സാധന, ഇതെല്ലാം എടുത്താൽ ഇതെല്ലാം അനുഷ്ഠാനങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഓരോന്നിനും ഓരോ അനുഷ്ഠാനമാണ്. ഇപ്പോൾ ഷഷ്ടി വരുമ്പോൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുക, അല്ലെങ്കിൽ ഓരോന്ന്, ഇപ്പോൾ തിരുവാതിര, അല്ലെങ്കിൽ ഈ ഓരോ വിശേഷ ദിവസങ്ങളുടെ എടുത്താൽ മതി. ഓരോ വിശേഷ ദിവസങ്ങൾക്കും അതിൻ്റേതായ അനുഷ്ഠാനങ്ങൾ, ഓരോ ക്ഷേത്ര ദർശനത്തിനും അതിൻ്റേതായ അനുഷ്ഠാനങ്ങൾ. അപ്പം ഇത് അനുഷ്ഠാനങ്ങളായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനമാണ്. പൊതുവിൽ ഭൂരിഭാഗം പേരിലും വിശ്വാസം എന്ന് പറയുന്നത് അനുഷ്ഠാനമാണത്. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തെ മനസ്സിലാക്കാൻ ക്ഷമ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഭഗവാൻ പറയുന്നത്. ഈശ്വര സാക്ഷാത്കാരത്തെ മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ നമുക്കില്ല. കാരണം നമ്മൾ അനുഷ്ഠാനങ്ങളുടെ പിന്നാലെയാണ്. ഒരു ഉദാഹരണം, നാമജപം ഒരു അനുഷ്ഠാനമാണ്. നാമജപം ഒരു അനുഷ്ഠാനമാണ്.
ഇപ്പം സഹസ്രനാമം ജപിക്കുകയോ അല്ലെങ്കിൽ കോടി നാമം ജപിക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ നാമജപം. ഇപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമമായാലും ലളിതാ സഹസ്രനാമമായാലും ഇതൊക്കെ നമ്മൾ ഇത്ര ഒരു നമ്മൾ ജപിക്കുന്നു എന്നുള്ളത് ഒരു അനുഷ്ഠാനമാണ്. ഈശ്വരനാമം ജപിക്കൽ ഒരു അനുഷ്ഠാനമാണ്. നാമത്തെ പ്രാപിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തയില്ല. നാമം എന്തിനെക്കുറിച്ചാണോ അതിനെ പ്രാപിക്കുക എന്ന നമ്മളുടെ ചിന്തയിലേയില്ല. നമ്മൾ ജപത്തെ മാത്രമാണ് പിന്തുടരുന്നത്. ഇപ്പോൾ സഹസ്രനാമാർച്ചന എന്ന് പറയുമ്പോൾ 1000 നാമം ജപിക്കുക എന്നുള്ളത് ആ നാമത്തെ ആശ്രയിക്കുന്നില്ല, അതായത് നാമത്തെ പ്രാപിക്കുന്നില്ല. നാമം ഈ ജപത്തിനപ്പുറത്താണ്. ജപം നാമത്തിലേക്കുള്ളൊരു മാർഗം മാത്രമാണ്. അപ്പോൾ ജപം പിന്തള്ളിക്കൊണ്ട് നാമത്തിലേക്ക് പോകണം, നാമത്തെ സാക്ഷാത്കരിക്കണം, അല്ലെങ്കിൽ നാമത്തെ പ്രാപിക്കാൻ കഴിയണം. അതാണ് വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പേജിൽ പറഞ്ഞത്. സന്ധ്യാവന്ദനം ഇത്തരം കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് ഭഗവാൻ ഇതിൻ്റെ തുടക്കത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ പറഞ്ഞു. ഫസ്റ്റ് ലൈൻ അതാണ്. നമ്മുടെ വചനാമൃതം ആരംഭിക്കുമ്പോൾ തന്നെ ഭഗവാൻ പറയുന്നു, ഒരു പ്രാവശ്യം ഹരിനാമമോ രാമനാമമോ കീർത്തിക്കുമ്പോൾ രോമാഞ്ചമോ അശ്രുപാതമോ ഉണ്ടാകുന്നുവെങ്കിൽ സന്ധ്യാദി കർമ്മങ്ങൾ പിന്നീട് ചെയ്യേണ്ടതില്ലെന്ന് നിശ്ചയമായി. ഇതാണ് തുടക്കത്തിലെ ഭഗവാൻ പറഞ്ഞു വെച്ചു. എന്നിട്ട് അതിലേക്കാണ് പിന്നീട് ആ ഓരോരോ അധ്യായം കടന്നു വരുമ്പോൾ ആ പറഞ്ഞ അതിനെ ഒന്നുകൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് പോകുന്നത്. ഇവിടെ നാമജപം ഒരനുഷ്ഠാനമാണ്. പക്ഷെ നാമത്തെ നമ്മൾ ആശ്രയിക്കുന്നില്ല, പ്രാപിക്കുന്നില്ല. ആശ്രയിക്കുന്നില്ല എന്നല്ല, പ്രാപിക്കുന്നില്ല. വിഷ്ണു സഹസ്രനാമത്തെ നമ്മൾ നാമം ജപിക്കുന്നു, പക്ഷെ വിഷ്ണുവിനെ ആശ്രയിക്കുന്നില്ല. ലളിതാ സഹസ്രനാമം ജപിക്കുന്നു, പക്ഷെ ലളിതയെ നമ്മൾ ആശ്രയിക്കുന്നില്ല, ദേവിയെ നമ്മൾ ആശ്രയിക്കുന്നില്ല. അതിനുള്ള ക്ഷമ നമുക്കില്ല. ദേവിയെ പ്രാപിക്കാനോ അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാനോ ഉള്ള ക്ഷമ നമുക്കില്ല. അതാണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു അനുഷ്ഠാനമായി മാറുന്നു എന്ന് ഭഗവാൻ പറഞ്ഞതിൻ്റെ പൊരുളതാണ്. അതിലൊന്ന്, നമ്മൾ ഈ നാമത്തിൻ്റെ കഥ പറയുമ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, അത് ഭഗവാനും ഇവിടെ അത് തന്നെ ഉപയോഗിച്ചു, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് പറയുന്നത് 2 പേര്, ഭഗവാന്റെ അടുത്ത് വരുന്ന 2 പേര് ഇരുന്നുകൊണ്ട് ഒരു തർക്കം നടക്കുക. ഈ ഭാഗത്ത് അതാണ് പറയുന്നത്. അതായത് വന്ന 2 പേര് എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞാണ് കൃഷ്ണകിശോരൻ എന്ന് പറഞ്ഞ ഒരാൾ. ഇപ്പം കൃഷ്ണകിശോരൻ എന്ന് പറയുന്ന ആൾക്ക് ഹലധാരിയും കൃഷ്ണകിശോരനും 2 പേര്. അപ്പോൾ കൃഷ്ണകിശോരൻ ഈ നാമത്തിൽ വിശ്വസിച്ചു പോകുന്ന ആളാണ്, അനുഷ്ഠാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഹലധാരി അങ്ങനെയല്ല, അതിന് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ചിന്തിക്കും, നാമത്തിനപ്പുറത്തേക്ക് നാമം പ്രാപിക്കുന്ന അവസ്ഥയിലേക്ക് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. അപ്പം ഇവർ തമ്മിൽ എപ്പോഴും തർക്കം ഉണ്ടാകും. അപ്പം കൃഷ്ണകിശോരൻ, ഭഗവാൻ തന്നെ പറയുന്നു, കൃഷ്ണകിശോരൻ എന്തൊരു വിശ്വാസമാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ഈശ്വരനാമം ഒരിക്കൽ ജപിച്ചിരുന്നു, ഇനി എനിക്കെന്ത് പാപം. ഇപ്പം നാമം ജപിച്ചാൽ പിന്നെ നാമം ജപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്കിനി ഒരു പാപവുമില്ല. എൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം ഈ നാമജപത്തോടു കൂടി ഒഴിഞ്ഞുപോയി, എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഈ നാമജപത്തോടു കൂടി ഒഴിഞ്ഞുപോയി എന്നുള്ള വിശ്വാസത്തിൽ. അപ്പം നാമജപത്തെ ഒരു അനുഷ്ഠാനമായിട്ട് കാണുന്ന ആളാണ് കൃഷ്ണകിശോരൻ. അതുകൊണ്ടാണ് അയാൾ അതങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ഈ നാമം ജപിച്ചതോടുകൂടി ഞാൻ ശുദ്ധനും നിർമ്മമനുമായി അല്ലെങ്കിൽ നിർമ്മലനുമായി തീർന്നു എന്ന് ഈ കൃഷ്ണകിശോരൻ തർക്കിക്കും. അപ്പോൾ ഹലധാരി ആ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരിക്കൽ പറഞ്ഞു, അജാമളൻ വീണ്ടും നാരായണനെക്കുറിച്ച് തപസ്സിനായി പോയി, തപസ് കൂടാതെ ഭഗവത് കൃപ നേടാനൊക്കുമോ? നാമം ജപിച്ചതുകൊണ്ട് ഭഗവത് കൃപ നേടാനൊക്കുമോ? കോൺട്രഡിക്ഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളിത് നേരത്തെ പല സന്ദർഭങ്ങളിലും വരുന്നതിൻ്റെ കോൺട്രഡിക്ഷനായിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ തോന്നും. പക്ഷെ അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത്. ഇവിടെ അത് ഒന്നുകൂടെ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്, ഒന്നുകൂടെ അത് വളരെ ഡീപ്പായിട്ട് പോവുകയാണ്. കാര്യം ഈശ്വരനാമം ജപിക്കുന്നതോടുകൂടി
കലിയുഗത്തിൽ ഭഗവത് സ്മരണയോടുകൂടി എല്ലാം മോക്ഷം ലഭിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കടന്നു വന്നതാണ്, മുമ്പ് ആ വിധത്തിൽ വന്നതാണ്. ഇവിടെ അതിനെ ഒന്നുകൂടെ ആഴത്തിലേക്ക് പോവുകയാണ്. വെറുതെ അങ്ങനെ നാമം ജപിച്ചത് കൊണ്ടുള്ള മോക്ഷമല്ല, അങ്ങനെ വരാൻ സാധ്യത കുറവ്. നാമത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ഇല്ലെന്നല്ല, പക്ഷെ ഒന്ന് ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ ഈ ചർച്ചയിലൂടെ. അതിനാണ് ഇവിടെ അജാമളൻ്റെ ഒരു കഥ എടുത്തിട്ട് ഒന്നുകൂടെ സപ്പോർട്ട് ചെയ്ത് ഭഗവാൻ പറഞ്ഞത്. എന്താണ് പറയാൻ കാരണം? അപ്പോൾ അജാമളൻ്റെ കഥ പറയുമ്പോൾ, ഇപ്പോൾ ഭാഗവതത്തിൽ 6-ാം സ്കന്ധത്തിലാണ് അജാമളൻ്റെ കഥ പറയുന്നത്. അപ്പോൾ എല്ലാവരും അജാമളൻ്റെ കഥ പറയുമ്പോൾ, അജാമളൻ മരണകാലത്ത് തൻ്റെ സ്വന്തം മകനെ നാരായണ എന്ന് വിളിച്ചപ്പോൾ മോക്ഷം കിട്ടി. ഇത്രയും പറഞ്ഞ് ആ കഥ അങ്ങ് അവസാനിക്കും. അപ്പം നാരായണ അയാൾ ജീവിതത്തിൽ ഇതേവരെ നാമം ജപിക്കാത്ത, അല്ലെങ്കിൽ വേറൊരു തരത്തിലും ഈശ്വരാരാധന നടത്താത്ത, അല്ലെങ്കിൽ അത്തരം അനുഷ്ഠാനങ്ങൾ ചെയ്യാത്ത ഒരാൾ അവസാന കാലത്ത് അയാൾ ഈശ്വരനെ അല്ല ജപിച്ചത്, സ്വന്തം മകനെ, അതായത് 10 മക്കളിൽ 10ാമത്തെ മകൻ്റെ പേരാണ് നാരായണൻ. ആ 10ാമത്തെ മകൻ നാരായണൻ്റെ പേര് നാരായണ എന്ന് വിളിച്ചത് മകനെ വിളിച്ചതാണ്. ആ മകനെ വിളിച്ചപ്പോൾ അയാൾക്ക് മോക്ഷം കിട്ടി. നാരായണ എന്നുള്ള ഒറ്റ നാമജപത്തോട് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞാണ് ആ കഥ അവിടെ നമ്മൾ ആ കഥയെ അവിടെ അവസാനിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ ഹലധാരി ഇവിടെ പറയുകയാണ്, അജാമളൻ വീണ്ടും നാരായണനെക്കുറിച്ച് തപസ്സിനായി പോയി. അജാമളൻ ഒരു നാമജപത്തോടു കൂടി അവസാനിപ്പിച്ച ആളല്ല. അജാമളനെക്കുറിച്ച് അങ്ങനെ ഉപരിപ്ലവമായിട്ട് മനസ്സിലാക്കേണ്ട ആളല്ല എന്ന് ഹലധാരി ഇവിടെ സൂചിപ്പിക്കുകയാണ്. അജാമളൻ വീണ്ടും നാരായണനെക്കുറിച്ച് തപസ്സിനായി പോയി. ഏത് നാരായണ എന്ന് വിളിച്ച് ആ ജീവിതത്തിൽ ആ ഒരു ഇത് മടങ്ങി കിട്ടിയപ്പോൾ അയാൾ പിന്നെ തപസ്സിനായിട്ട് പോവുകയാണ് ചെയ്തത്. ഹരിദ്വാരിൽ പോയാണ് അവസാനം സദാ ഈശ്വരനാമം നാരായണനാമം ജപിച്ച് തപസ് അനുഷ്ഠിച്ചിട്ടാണ് അയാൾ ഈ ജീവിതം അവസാനിപ്പിക്കുന്നത്, ഹരിദ്വാരിൽ പോയിട്ട്. അപ്പോൾ അജാമളൻ വെറുതെ ഒരു നാരായണനാമം ജപിച്ച മകൻ്റെ പേരിൽ, നാരായണ നാമമല്ല ജപിച്ചത്, മകൻ്റെ പേര് നാരായണ എന്ന് വിളിച്ചത് അല്ല അയാളിലുണ്ടായ പ്രാധാന്യം. അജാമളൻ യഥാർത്ഥത്തിൽ അജാമളൻ്റെ പൂർവ്വകാലവും കൂടെ കണക്കിലെടുക്കുമ്പോഴാണ് ആ കഥ പൂർണ്ണമാവുകയുള്ളൂ. കന്യാകുബ്ജത്തിലെ ഒരു ബ്രാഹ്മണനാണ് അജാമളൻ. അജാമളൻ വളരെ അനുഷ്ഠാനമുള്ള ഒരാളായിരുന്നു, വലിയ ഈശ്വരഭക്തൻ, സദാസമയം ഈശ്വര പൂജകൾ ചെയ്യുന്ന ഒരു വലിയ ഭക്തനായിരുന്നു അജാമളൻ. സദ്ഗുണ സമ്പന്നൻ എന്നാണ് ഭാഗവതം പറയുന്നത്. അജാമളനെ പറയുന്നത് സദ്ഗുണ സമ്പന്നൻ, വേദാധ്യായനത്തിൽ പണ്ഡിതൻ, ഇത് ഭാഗവതം പറയുന്നതാണ്. അതുപോലെ സത്യനിഷ്ഠൻ, പിന്നെ അഗ്നിചരണം ചെയ്യുന്നവൻ. അപ്പം അത്രമേൽ സാത്വികനായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു അജാമളൻ. നിർഭാഗ്യവശാൽ ഒരിക്കൽ അച്ഛൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൂ സമ്പാദിക്കാനും പിന്നെ വിറകും അങ്ങനെയുള്ള തൻ്റെ ഇതിലേക്ക് ആവശ്യമുള്ള അച്ഛന് വേണ്ടിയിട്ട് കാട്ടിൽ പോയി ഇതൊക്കെ സമ്പാദിക്കാൻ പോയപ്പോൾ ഒരു ദാസി സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. അപ്പം ദാസി സ്ത്രീയും അവളുടെ ഭർത്താവും തമ്മിലുള്ള ആ ഇടപെടലുകൾ, അവരുടെ ഒരു പരസ്പരമുള്ള ഇടപെടലുകൾ കണ്ട് ഈ ദാസി സ്ത്രീയോട് ഒരു ആഭിമുഖ്യം തോന്നുകയാണ് അജാമളന്. അങ്ങനെയാണ് അജാമളൻ പൂർവ്വകാലത്തുള്ള എല്ലാം മറന്ന് ആ ദാസി സ്ത്രീയോടൊപ്പം വരും. ഏതാണ്ട് 80 വയസ്സ് വരെ എന്നൊക്കെയാണ് പറയുന്നത്. 80 വയസ്സ് വരെ, 80 വയസ്സ്, ഏത് അച്ഛന് പൂ പറിക്കാൻ പോയ ആളാണ് അജാമളൻ. അവസാനം 80 വയസ്സ് വരെ ഇവരോടൊപ്പം കഴിയുന്നു. 10 മക്കളുണ്ടാകുന്നു. അങ്ങനെ സകല പ്രശ്നത്തിലും ഇടപെട്ട് എല്ലാം മറന്ന് അങ്ങനെ കഴിയുകയാണ് ഇയാൾ. അങ്ങനെ ഒരു വലിയ സംസാര ജീവിയായിട്ട് മാറിയ അയാൾ. ആ സന്ദർഭത്തിൽ ഇളയ മകന് നാരായണൻ എന്നായിരുന്നു പേര്. അപ്പോൾ ഇയാൾ മരിക്കാൻ നേരമാകാറുള്ള സമയമായപ്പോൾ യമദൂതന്മാർ വരുന്നു. ഇയാളുടെ മരണം അടുക്കാറായി. അപ്പോൾ യമദൂതന്മാർ വരുന്നു. അപ്പോൾ ആ സമയമായപ്പോൾ ഈ സമയത്താണ് ഇയാൾ സ്വന്തം മകനെ വിളിച്ചത്, നാരായണ എന്ന് വിളിച്ചത്. അപ്പോൾ ഈ വിളി കേട്ടുകൊണ്ട് വന്നത് മകൻ മാത്രമല്ല, വിഷ്ണു ദൂതന്മാരും അവിടെ ഓടിയെത്തി. അപ്പം യമദൂതന്മാരും വിഷ്ണുദൂതന്മാരും തമ്മിൽ തർക്കമായി. കാര്യം വിഷ്ണുദൂതൻ പറഞ്ഞു, നാരായണ എന്ന് വിളിച്ചെങ്കിൽ ഇദ്ദേഹത്തെ രക്ഷിക്കേണ്ട ചുമതല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കാണ്. അങ്ങനെ ആ
നാരായണനാമം ആ വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് വിഷ്ണുദൂതന്മാർ അയാളെ സംരക്ഷിക്കുകയാണ്. അങ്ങനെ യമദൂതന്മാർ മടങ്ങിപ്പോകുന്നു. പക്ഷെ വിഷ്ണുദൂതന്മാരോട് അജാമളൻ നന്ദി പറയുന്നതിന് മുമ്പ് തന്നെ വിഷ്ണുദൂതന്മാർ അവിടെ വിട്ടുപോയി. പക്ഷെ അജാമളന് കാര്യം മനസ്സിലായി. പിന്നീടാണ് അജാമളൻ ഒരു തപസ്സിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നാരായണനാമം ജപിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിക്കാൻ പോവുകയും ഹരിദ്വാരത്തിൽ ചെല്ലുകയും അവിടെ തപസ്സനുഷ്ഠിച്ചാണ് അവസാനം ജീവത്യാഗം ചെയ്യുന്നത്, മരണത്തിലേക്ക് എത്തുന്നത്. അപ്പം അത്രയും ഉണ്ട് ഈ അപ്പോൾ ഈ കഥ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം നാമത്തെ അല്ല നിർത്തേണ്ടത്, നാമത്തിൽ നിന്നാൽ പോരാ, നാമത്തിനപ്പുറത്തേക്കാണ് അജാമളൻ പോയത്. നാമത്തിനപ്പുറത്തേക്ക് പോയി. നമ്മളൊരു അനുഷ്ഠാനം പോലെ നാമത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു, നാമത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. വിശ്വാസം നാമജപത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. നാമം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് പോകാനുള്ള ഒരു പാസ്പോർട്ട് മാത്രമാണ്. അല്ലാതെ അതിൽ തന്നെ ഒതുങ്ങി നിൽക്കരുത് എന്ന് ഭഗവാൻ ഇവിടെ ഈ കഥ, ഈ കൃഷ്ണകിശോരൻ്റെയും ഹലധാരിയുടെയും ഉദാഹരണങ്ങളുള്ള കഥ പറഞ്ഞുകൊണ്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് വിശ്വാസത്തെക്കുറിച്ച് ഇത്രയും ഗംഭീരമായിട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന ഒരു ഉദാഹരണം. പിന്നീട് അധ്യായം 12ലേക്ക് പോകുമ്പോഴാണ് നമ്മളത് ആ ചെറിയ ഇതിനകത്ത് നമ്മൾ ആ അധ്യായം മുഴുവൻ വായിക്കുമ്പം അതിനകത്ത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് കുറെ കൂടെ ഉണ്ട്. അത് നമ്മളിപ്പോൾ തൽക്കാലം അത്രയും ഇതിൽ പോകുന്നില്ല. അടുത്ത് നമ്മൾ 12ാം അധ്യായത്തിൽ, കാര്യം നമ്മൾ പണം, സിദ്ധി, വിശ്വാസം, ഇനിയുള്ളത് നമ്മൾ വിജ്ഞാനം എന്ന് പറയുന്ന ഘട്ടത്തിലേക്കാണ്. അതാണ് അധ്യായം 12-ലെത്തുമ്പോൾ വിജ്ഞാനത്തെക്കുറിച്ചാണ്. അതായത് വിജ്ഞാനം എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രം സത്യം, ബ്രഹ്മജ്ഞാനത്തിന് ശേഷമാണ് വിജ്ഞാനം. ബ്രഹ്മജ്ഞാനത്തിന് ശേഷമാണ് വിജ്ഞാനം വരുന്നത്. അതായത് ഈശ്വരൻ മാത്രം സത്യം എന്ന അറിവ്. ഇതിനെയാണ് ഭഗവാൻ ഇനി ഇവിടെ ഈ അധ്യായത്തിൽ വിശദീകരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഏറ്റവും ഗഹനമായ ഒരു വിഷയത്തെ ഭഗവാൻ എത്രമാത്രം ലഘൂകരിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. സാധാരണഗതിയിൽ വിജ്ഞാനത്തെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തെ വിശദീകരിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. അത് നമ്മൾ എത്രയോ ഗ്രന്ഥങ്ങൾ വായിച്ച് അതിൻ്റെ ഒരുമാതിരി ആഴത്തിലേക്ക് പോകുമ്പോൾ വല്ലാത്ത തരത്തിലുള്ള നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതാകുന്ന തരത്തിൽ ഭഗവാൻ അതിനെ വളരെ ലളിതമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ അധ്യായം 12 എന്താണ് ഇവിടെ പറയുന്നത്? ജ്ഞാനത്തിനും അപ്പുറമാണ് വിജ്ഞാനം. ജ്ഞാനത്തിനും അപ്പുറമാണ് വിജ്ഞാനം. അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് അത് ബോധ്യപ്പെടണമെന്നില്ല. അതായത് ഭഗവാൻ ഇവിടെ പറയുന്നത് ജ്ഞാനത്തിനപ്പുറമാണ് വിജ്ഞാനം എന്ന് പറയുമ്പോൾ, വിജ്ഞാനം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ജ്ഞാനം എടുക്കാം. ഭഗവാൻ പറയുന്നു, ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനവുമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്. അപ്പോൾ രണ്ട് ദ്വിത്വമാണ് എപ്പോഴും. ജ്ഞാനത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ദ്വിത്വമാണ്. അതായത് ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനവും കടന്നു വരും. അപ്പോൾ ഇതിനെയാണ് ഒന്നുകൂടെ ഭഗവാൻ വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് ജ്ഞാനവും ഈ വിജ്ഞാനം എന്താണ് എന്ന്. അപ്പം ജ്ഞാനം എന്ന് പറയുമ്പോൾ ജ്ഞാനമുണ്ടെങ്കിൽ അജ്ഞാനവുമുണ്ട്, ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ രണ്ട് ദ്വിത്വത്തിൽ നിൽക്കുന്നതാണിത്. അപ്പോൾ അതൊരു പൂർണ്ണതയല്ല. പക്ഷെ വിജ്ഞാനം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. എങ്ങനെയാണ് അത് പൂർണ്ണമാകുന്നതെന്ന് ഭഗവാൻ വളരെ മനോഹരമായിട്ട് ഇവിടെ വളരെ ലളിതമായിട്ട് വെറും 2 സെൻറ്റൻസിൽ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ജ്ഞാനം എന്ന് കേട്ട എന്താണ് വിജ്ഞാനം, എന്താണ് ജ്ഞാനം എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അത് വിജ്ഞാനത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഒരു ഉദാഹരണത്തിലൂടെ ഭഗവാൻ നമ്മളെ ലളിതമായിട്ട് പഠിപ്പിക്കുകയാണ്. ജ്ഞാനം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. അഗ്നി എന്ന് കേട്ടാൽ അതിൻ്റെ കൂടെ ചൂട് എന്ന വികാരം കൂടെ കയറി വരും. ഇതാണ് ജ്ഞാനം. അഗ്നിയെക്കുറിച്ചുള്ള ജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചാൽ, അഗ്നി എന്ന വാക്ക് ഉച്ചരിക്കുന്ന മാത്രയിൽ, അല്ലെങ്കിൽ അഗ്നി എന്നുള്ള ആ പദം കേൾക്കുന്ന മാത്രയിൽ
അഗ്നിയുടെ ചൂട് കൂടെ നമ്മളോടൊപ്പം വരും. ചൂടില്ലാതെ അഗ്നിയെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അതാണ് ജ്ഞാനം. ഇപ്പം വെള്ളം എന്ന് പറയുമ്പോൾ അതിൻ്റെ തണുപ്പ് കൂടെ നമ്മുടെ കൂടെ വരും. മഴ എന്ന് പറയുമ്പോൾ ആ മഴയുടെ ആ തണുപ്പ് കൂടെ നമ്മുടെ കൂടെ വരും. അതായത് എന്തിനെക്കുറിച്ചാണോ നമ്മൾ കേൾക്കുന്നത്, ആ കേൾക്കുന്ന പദാർത്ഥത്തിൻ്റെ, വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ നാമത്തിൻ്റെ കൂടെ അതിൻ്റെ സ്വഭാവം കൂടെ കയറി വരും. അങ്ങനെ സ്വഭാവം കൂടെ കയറി വരുമ്പോഴാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അതായത് അഗ്നി എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ ചൂടുള്ള വസ്തുവാണ് എന്ന് അറിയുന്നില്ലെങ്കിൽ അത് ജ്ഞാനമല്ല. അതാണ് ജ്ഞാനത്തെക്കുറിച്ച് ഓർക്കേണ്ടത്. അഗ്നി എന്ന് കേൾക്കുമ്പോൾ, നമ്മൾ അഗ്നി എന്ന് കേൾക്കുമ്പോൾ തണുപ്പാണ് തോന്നുന്നതെങ്കിൽ അത് ജ്ഞാനമല്ല. കാര്യം നമുക്ക് അഗ്നി അറിയാവുന്നത് കൊണ്ടാണ് അതിൻ്റെ കൂടെ ചൂട്, അഗ്നി എന്താണെന്ന് അറിയുന്നത് അതിൻ്റെ കൂടെ ചൂട് കൂടെ വരുമ്പോഴാണ്. ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ അഗ്നിയെ മനസ്സിലാക്കുന്നത്. തണുപ്പുള്ളത് കൊണ്ടാണ് വെള്ളത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പദാർത്ഥത്തിൻ്റെ സ്വഭാവം കൂടെ ഒപ്പം വരുന്നതാണ് ജ്ഞാനം. അപ്പോൾ വിജ്ഞാനം എന്താണ്? അഗ്നിയുടെ ചൂടിൽ എന്തു ചെയ്യാമെന്നുള്ളതാണ് വിജ്ഞാനം. ജ്ഞാനം കൊണ്ട് നിങ്ങൾക്ക് ആ ചൂടുണ്ടെന്നുള്ള അറിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതേസമയം വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ചൂട് കൊണ്ട് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിലേക്കാണ് വിജ്ഞാനം കൊണ്ടുപോകുന്നത്. അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂടുള്ളതാണ്. അപ്പോൾ ചൂട് കൊണ്ട് എന്തൊക്കെ ചെയ്യാം? ചൂട് കൊണ്ട് നമുക്ക് ആ തീ കൊണ്ട് എന്തെല്ലാം ഉപയോഗം ഉണ്ടാകുമോ അതെല്ലാം നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ് വിജ്ഞാനത്തിൻ്റെ ഫലം. അത് ഉപയോഗിക്കാൻ അറിയണം. വിജ്ഞാനത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ആ പദാർത്ഥത്തെ മനസ്സിലാക്കുക മാത്രമല്ല, ആ പദാർത്ഥത്തെ ഉപയോഗിക്കാൻ കൂടെ അറിയണം. അതാണ് വിജ്ഞാനം. അതാണ് ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഭഗവാൻ ഇവിടെ വളരെ ഗംഭീരമാണ്. അപ്പോൾ മാസ്റ്റർ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഭഗവാൻ ഇവിടെ ആ ഭാഗം ഭഗവാനും മാസ്റ്ററും തമ്മിൽ ചർച്ച ചെയ്യുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊന്ന് നോക്കാനുള്ള സമയം നമുക്കിപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഭഗവാൻ പറയുന്നത് ബ്രഹ്മജ്ഞാനത്തിനും അപ്പുറം ഒരവസ്ഥയുണ്ട്. അതായത് ജ്ഞാനത്തിന് ശേഷം വിജ്ഞാനം എന്ന പോലെ. അതാണ് ഈ ഉദാഹരണം പറയുന്നത്. ജ്ഞാനം എന്ന് പറയുമ്പോൾ അഗ്നിയാണെങ്കിൽ ആ അഗ്നിയുടെ ചൂടിനെ കുറിച്ചുള്ള ആ അറിവൂടെ ചേരുന്നതാണ് ജ്ഞാനം. പക്ഷെ ആ ചൂട് കൊണ്ട് എന്തെല്ലാം ചെയ്യാമെന്നുള്ളത് അത് ജ്ഞാനത്തിന് അപ്പുറത്തേക്ക് പോകും. അതാണ് വിജ്ഞാനം. ബോധമുള്ളവന്, ജ്ഞാനമുള്ളവന് അജ്ഞാനവുമുണ്ട്. അതാണ് ജ്ഞാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനവുമുണ്ട്. ജ്ഞാനത്തോടൊപ്പം അജ്ഞാനവും കൂടെ നിൽക്കും. ഒരാൾക്കൊരു ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അജ്ഞാനവുമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വസിഷ്ഠൻ തൻ്റെ 100 മക്കളുടെ മരണം കൊണ്ട് വ്യാകുലനായി. ജ്ഞാനിയുള്ളവൻ എന്തുകൊണ്ട് ശോകാകുലനാകുന്നു എന്ന് ലക്ഷ്മണൻ രാമനോട് ചോദിച്ചു. വസിഷ്ഠൻ ജ്ഞാനിയാണ്. അങ്ങനെ ജ്ഞാനിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ശോകാകുലനാകുന്നത് എന്ന് രാമനോട് ലക്ഷ്മണൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അനിയ, ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അപ്പുറം പോവുക. ജ്ഞാനമുള്ളവന് അജ്ഞാനവുമുണ്ട്. അതുകൊണ്ടാണ് വസിഷ്ഠന് ശോകമുണ്ടായത്. തൻ്റെ 100 മക്കൾ മരണപ്പെട്ടപ്പോൾ ജ്ഞാനമുള്ളത് കൊണ്ട് വസിഷ്ഠനെ സംബന്ധിച്ച് അജ്ഞാനവും കൂട്ടത്തിലുണ്ട്. ഈ അജ്ഞാനത്തിൻ്റെ ഫലമായിട്ടാണ് ശോകം കടന്നു വന്നത്, ദുഃഖം കടന്നു വന്നത്. അതേസമയം ജ്ഞാനമുള്ളവന് അജ്ഞാനമുണ്ട്. കാലിലൊരു മുള്ളു കൊണ്ടാൽ വേറെ ഒന്നെടുത്ത് അതിനെ പുറത്തെടുക്കണം. അപ്പം ഈ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം എന്ന് പറയുന്ന ആ വളരെ കൊളോക്കിയലായിട്ടുള്ളൊരു സന്ദർഭത്തെയാണ് പറയുന്നത്. എന്നിട്ട് ഈ രണ്ടും അങ്ങ് ഉപേക്ഷിക്കണം. ജ്ഞാനത്തെയും അജ്ഞാനത്തെയും ഉപേക്ഷിച്ചിട്ടാണ് അപ്പോൾ മറുപുറം കടക്കുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ വിജ്ഞാനത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത്. അപ്പം ജ്ഞാനവും അജ്ഞാനവും രണ്ടും കളയേണ്ടതാണോ എന്നാണ് മാസ്റ്റർ മഹാശയൻ ഈ സമയത്ത് ചോദിച്ചത്. അപ്പോൾ ഭഗവാൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞാണ്, ഉണ്ട്. അതാണ് വിജ്ഞാനത്തിൻ്റെ പ്രയോജനം. വിജ്ഞാനം കയ്യിൽ വരണമെങ്കിൽ ജ്ഞാനവും കളയണം, അജ്ഞാനവും കളയണം. രണ്ടും കടന്നപ്പുറത്തേക്ക് പോകണം. അതായത് തീയുടെ ചൂടുണ്ടെന്ന അറിവിൽ നിന്നാൽ അത് ശോകമായി തന്നെ നിൽക്കും. പിന്നീട്
ആ ചൂട് എന്ത് ചെയ്യണമെന്ന് അറിയുന്ന അറിവിലേക്ക്, ആ ചൂടിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ്, ആ അറിവിൻ്റെ അപ്പുറത്തേക്ക് കടക്കണം. തീക്ക് ചൂടുണ്ട് എന്നുള്ള അറിവിന് അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ആ ചൂട് കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചൂടുണ്ട് എന്നുള്ള അറിവിനെ അങ്ങ് ഉപേക്ഷിക്കുകയാണ്. പിന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ആൾ കടക്കുകയാണ്. ചൂടിനെയും ആ തീയെയും ഉപേക്ഷിച്ചു, എന്നിട്ട് അപ്പുറത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഉണ്ടാകുന്നത്. ഇപ്പം അത് കുറെ കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഈ അഗ്നിയുണ്ട്, ആ അഗ്നിയുടെ ചൂടുണ്ട്, ആ ചൂട് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അതിനപ്പുറത്തേക്ക് ആ ചൂട് ഉപയോഗിച്ച് നമ്മളൊരു ചോറ് പാചകം ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്തു. ആ ഭക്ഷണം അപ്പം പിന്നെ ചൂട്, പിന്നെ തീ കെടുത്തി, പിന്നെ തീയുമില്ല, അഗ്നിയുമില്ല, തീയുമില്ല, അതിൻ്റെ ചൂടുമില്ല. ഭക്ഷണം പാകം ചെയ്താൽ പിന്നെ അത് നമുക്ക് ഭക്ഷിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ ആ തീയെയും കളഞ്ഞു, ചൂടിനെയും കളഞ്ഞു. പിന്നെ അതിൻ്റെ ബൈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുക. ഇതാണ് വിജ്ഞാനം. ഈ ബൈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വിജ്ഞാനം. ഇപ്പം ശുചിത്വ ബോധമുള്ളവന് അശുചിത്വ ബോധവുമുണ്ട്. അതായത് എല്ലാത്തിനും ദ്വിത്വത്തിലാണ്. ഞാനെന്ന ബോധമുള്ളവന് നീയെന്ന ബോധവും ഉണ്ട്. അതേപോലെ തന്നെ വിജ്ഞാനം എന്നാൽ എന്ത് എന്ന് അത് കഴിഞ്ഞാണ് പറയുന്നത്. ഭഗവാൻ ഇവിടെ അത് കഴിയുമ്പോഴാണ് ഈ വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു വരുന്നത്. എന്താണ് വിജ്ഞാനം എന്ന്? അദ്ദേഹത്തിൻ്റെ വിശേഷ രൂപത്തിൽ അറിയൽ. വിറകിൽ തീയുണ്ട്. നമ്മൾ ഈ പറഞ്ഞ അടുപ്പിൽ ആ വെച്ച കാര്യം തന്നെയാണ് ഭഗവാൻ ഇവിടെ, അതേ ആ ഉദാഹരണമാണ് ഇതിൽ. വിറകിൽ തീയുണ്ട്. ഈ അറിവിനെ, ഈ വിശ്വാസത്തെ ജ്ഞാനമെന്ന് പറയുന്നു. വിറകിൽ തീയുണ്ട് എന്നുള്ളത് ജ്ഞാനമാണത്. വിറകിൽ തീയുണ്ട് എന്നുള്ളത് ജ്ഞാനമാണ്. ആ തീയിൽ അരി വെക്കുക, ഉണ്ണുക എന്നുള്ളതാണ് വിജ്ഞാനത്തിൻ്റെ ലക്ഷണം. വിറകിൽ തീയുണ്ടെന്നുള്ളത് ജ്ഞാനം. ആ തീ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് ഊണ് കഴിക്കുക മാത്രമല്ല, ആ സന്തുഷ്ടനും സമ്പുഷ്ടനുമായി തീരുക. ആ ഭക്ഷണം കഴിക്കുന്നതിലൂടെ സന്തുഷ്ടനും സമ്പുഷ്ടനുമായി തീരുന്ന അവസ്ഥയിലേക്ക് ആ ആൾ കടക്കുമ്പോൾ അതിനാണ് വിജ്ഞാനം. ഇതിൻ്റെ പേരാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. എത്ര ലളിതമായിട്ടുള്ള ഉദാഹരണം! വിജ്ഞാനത്തെക്കുറിച്ച് ഇത്രയും ലളിതം. അടുപ്പിലെ തീയാണ് ജ്ഞാനമെങ്കിൽ അത് വെച്ച് ഉപയോഗിച്ച് ഉണ്ടാക്കിയ ചോറ് ഉണ്ണുന്നതാണ്. അടുപ്പിലെ തീയാണ് ജ്ഞാനമെങ്കിൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കി കഴിക്കുന്ന ചോറാണ് വിജ്ഞാനം. വളരെ സിമ്പിൾ. ഏതൊരു ആളിനും മനസ്സിലാകുന്ന അത്രയും ഈ വേദാന്തത്തെ, അതാണ് ഇതിൽ ഉടനീളം വചനാമൃതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രയോജനവും ഗുണവും അതാണ്. ഭഗവാൻ നമുക്ക് ഇതിൽ പരം ലളിതമായിട്ട് ഒരു വിശദീകരണത്തിന് മറ്റൊരിടത്തും സ്ഥാനമില്ല. അത്രയും ലളിതമായിട്ട് ഭഗവാൻ നമുക്കിതെല്ലാം പറഞ്ഞു തരികയാണ്. ഈ കാര്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ഈ 12-ാം അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ഇനി അടുത്ത അധ്യായം നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇത് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ ഭാഗം അതെ 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 ജപമല്ല പ്രധാനം, അത് അനുഷ്ഠാനം മാത്രമാണ്. അതെ 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 ജപം എന്ന് പറയുന്നത് തീക്ക് ചൂടുണ്ട് എന്ന് വിചാരിക്കുന്ന പോലെയാണ്. അത്രയേ ഉള്ളൂ. തീക്ക് ചൂടുണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല. ആ തീ കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്ന അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ പറ്റിയാൽ മാത്രമേ ജപം, അതാണ് ജപത്തിൻ്റെ ഫലം എന്ന് പറയുന്നത്. നമ്മൾ ആ ധാരണയിൽ മാത്രം നിൽക്കുന്നു, ആ നാമത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു. നാമത്തിനപ്പുറത്തേക്ക് നമ്മൾ കടക്കുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത്. അപ്പം അതൊരു ചർവിത ചർവണം പോലെ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രം. അതെ അതെ
ഇത്രയും വളരെ അതാണ് അടുപ്പിൽ വിറകിന് തീയുണ്ട് എന്നുള്ളത് ജ്ഞാനം. അത് ഉപയോഗിച്ച് ചോറുണ്ടാക്കി ഭക്ഷിക്കുക എന്നുള്ളത് വിജ്ഞാനം. അപ്പം പിന്നെ ഇത് കളയണം, അത് അടുപ്പിനും വിറകിനെയും കളയണം, ഉപേക്ഷിക്കണം. പിന്നെ ആരും അടുപ്പിനെ ഉപയോഗിക്കില്ല, ആ വിറക് കളയും. നമ്മൾ ജ്ഞാനത്തെ കളഞ്ഞു. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇവിടെ. അരി വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വിറക് വെള്ളമൊഴിച്ച് കെടുത്തി കളഞ്ഞ് അത് ഉപേക്ഷിക്കും. പിന്നെ ചോറ് മാത്രമേ എടുക്കുള്ളൂ. അതാണ് ആ വിജ്ഞാനത്തിന്. അതെ 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 അതെ. ഉണ്ട് ഉണ്ട് ചതുശ്ലോകി ഭാഗത്ത്. അതെ 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 അതെ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. പക്ഷെ അതെന്താണ് അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ ഇത് ആലോചിക്കുന്നില്ല. അതെ 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 അതെ, അതാണ് കാര്യം. ഓക്കെ 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 ഓക്കെ. നമസ്തേ നമസ്തേ. നാമം ജപിക്കാം നാമം ജപിക്കാം.